ഇന്ന് ചെയ്യുന്നത് വളരെ കുറച്ച് മസാല ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ്. ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഏകദേശം 1/2 കിലോയിൽ കൂടുതൽ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെമ്മീൻ കുക്കായിട്ട് കിട്ടും. ചെമ്മീൻ ഒരിക്കലും ഒരുപാട് സമയം കുക്ക് ചെയ്യരുത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി സോഫ്റ്റായിട്ട് കിട്ടും. ഒരുപാട് സമയം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബർ പോലെ ആയിപ്പോകും. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ്റെ അകത്തു നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ചെമ്മീൻ ഇവിടെ ഒരുപാട് വറുത്തെടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കുക്കാകുമ്പോൾ തന്നെ ഇത് കോരി മാറ്റുന്നുണ്ട്. 2 സെറ്റായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. കുറച്ച് കൂടുതൽ ചെമ്മീൻ ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് കൂട്ടുകളൊക്കെ വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 1 പിടി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 10 പച്ചമുളക് നടുവേ കീറിയത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി തീരെ ചെറുതായിട്ട് അരിഞ്ഞത്, ഇവയെല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂട്ടുകളെല്ലാം നന്നായിട്ട് വഴന്നു വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നല്ലോണം ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇത്രയും മുളക് പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. ഇത് പെരുംജീരകവും ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ ഇവ ചേർന്ന ഗരം മസാലയാണ്. പെരുംജീരകമാണ് ഇതിൽ കൂടുതൽ ചേർന്നിരിക്കുന്നത്. പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഇടത്തരം വലിപ്പമുള്ള 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ചേരുമ്പോൾ ചെറിയൊരു പുളിയും കൂടെ കിട്ടും. ഇതിലേക്ക് കുടംപുളിയോ വാളംപുളിയോ ഒന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള പുളി ഈ 2 തക്കാളിയിൽ നിന്ന് തന്നെ കിട്ടും. ഇതിനിയൊന്ന് അടച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയായിട്ട് വരും. കൂട്ടുകളെല്ലാം ഇവിടെ ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനി കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും റെഡിയായിട്ട് വരും. തക്കാളിയൊക്കെ കുറച്ചും കൂടി ഒന്ന് വെന്തടയാനുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് തിളച്ച വെള്ളമാണ്. അതും കൂടി ഇത് ചേർത്ത് ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണിത്. അടുത്ത പ്രാവശ്യം ചെമ്മീൻ മേടിക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൂട്ടൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് ഒരുപാട് ഫ്രൈ ആയിട്ടില്ല, ജസ്റ്റ് കുക്കായിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് മുറിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ചെമ്മീൻ ഇരിക്കുന്നത്. എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.